Start to realize that I am part of a fantastic club with fans all over the world. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹറെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന ക്യാപ്ഷനുകളിൽ ഒന്ന് ഇതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടൊപ്പം നിൽക്കുന്ന സെൽഫി ഇട്ടിട്ടാണ് അതിന് ക്യാപ്ഷനായിട്ട് പുള്ളി ഒരു വാചകം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ലോകത്തിൽ മുഴുവൻ ആരാധകർ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ലബ്ബുമായിട്ടാണ് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയ ബൃഹത്തായ ആരാധക വൃന്ദമുള്ള ഒരു ക്ലബിന്റെ ഭാഗമാവുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് മലയാളികൾ ഉള്ളിടത്തെല്ലാം ആരാധകർ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജന്മനാടായ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ സ്റ്റഹറയുടെ ജന്മനാടായിട്ടുള്ള സ്റ്റോക്ക്ഹോമിൽ സ്വീകരണം നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക സംഘടനയായ മഞ്ഞപ്പടയുടെ ഗ്ലോബൽ വിങ്ങിന്റെ പ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്വീഡിഷ് മാതൃകയിലുള്ള ഒരു ടീ പാർട്ടിയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് പുതിയ പരിശീലകനുമായിട്ട് സംസാരിച്ചത്. സ്റ്റോക്ക്ഹോമിലെ ലില്ലിയ ഹോംസ്റ്റോറിയറ്റ് മാളിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടന്നത്. ജൂൺ 26 വൈകുന്നേരമായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടന്നത്. അതിനകത്ത് വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെക്കുറിച്ച് ആരായുകയും അദ്ദേഹത്തിന്റെ പദ്ധതികളെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മൊറൈസ് എന്ന് പറയുന്ന ടെക്നിക്കൽ അനലിസ്റ്റിനോടൊപ്പം, അതായത് സെറ്റ് പീസ് പരിശീലകനോടൊപ്പം അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബിയോണിനോടൊപ്പം ഒക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകും എന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിലേക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തതിനു ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വളരെ വലിയ കുതിപ്പാണ് ഉണ്ടായത്. അത് തന്നെ അവരുടെ ആരാധക പിന്തുണയുടെ തെളിവാണ് എന്നൊക്കെയാണ് പുള്ളി റിയലൈസ് ചെയ്യുന്നത്. നേരത്തെ തായ്ലൻഡിലും ചൈനയിലും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആരാധകർ വളരെ നല്ലവരാണ് എന്നും ഇവിടെയാണ് എനിക്ക് പറ്റിയ മണ്ണെന്നൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഉടനെ തന്നെ പ്രീ സീസണിന് വേണ്ടിയിട്ട് അദ്ദേഹം തായ്ലൻഡിലേക്ക് തിരിക്കും, അതിനുശേഷം ഡ്യൂറന്റ് കപ്പിന് വേണ്ടി നാട്ടിലേക്ക് മടങ്ങും എന്നൊക്കെ പുള്ളി പറഞ്ഞതായിട്ടാണ് ഇവരുടെയൊക്കെ പോസ്റ്റുകളിൽ നിന്നൊക്കെ അറിയുന്നത്.